മധ്യ തിരുവിതാംകൂറിൽ വളരെ പ്രചാരമുള്ള കായിക വിനോദമാണ് നാടൻ പന്തുകളി. അതിന്റെ ആവേശം ഇന്നും അണയാതെ കാത്തു സൂക്ഷിച്ചു പോരുകയാണ് മണലൂർ ഗ്രാമവും ഇവിടത്തെ പുതുതലമുറയും. ചിങ്ങം പിറന്നാൽ മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഇടവഴികളിൽ വീറും വാശിയും ഉണർത്തുന്ന നാടൻ പന്തുകളിക്ക് തുടക്കമാകും. ആർപ്പും ആരവവും പന്തയവും വെല്ലുവിളികളുമൊക്കെയായി ഈ പന്തുകളി നാടിന്റെ കായിക ഉത്സവമാവുകയാണ്. തലപ്പന്തുകളി, വെട്ടുപന്തുകളി എന്നൊക്കെ നാടൻ പന്തുകളിക്ക് നിറഭേദങ്ങളുണ്ടെങ്കിലും മണലൂരുകാർ അടിച്ചുത്തി എന്നാണ് ഈ കളിയെക്കുറിച്ച് പറയുന്നത്. പഞ്ചായത്തിലെ തന്നെ വിവിധ കരകളിൽ പ്രശസ്തമായ ഒരു പന്തുകളി ടീമുണ്ടാകും. ഈ കരകൾ തമ്മിലുള്ള വീറും വാശിയുമാണ് നാടൻ പന്തുകളിയെ ആവേശം കൊള്ളിക്കുന്നത്. തങ്ങളുടെ ടീമിനെ പ്രോത്സാഹിപ്പിക്കാൻ അതാത് ദേശവാസികളും ഒപ്പം കൂടും. ജയിക്കുന്നവർ തങ്ങളുടെ കളിവീരന്മാരെ തോളിലേറ്റി ആനന്ദ നൃത്തം ചെയ്യും. പരാജയപ്പെട്ട ദേശക്കാർ അടുത്ത മത്സരത്തിൽ കാണാമെന്ന് വെല്ലുവിളി ഉയർത്തി പിരിയുകയും ചെയ്യും. വിജയികൾക്ക് റോളിംഗ് ട്രോഫി അടക്കം നിരവധി സമ്മാനങ്ങൾ ഒരുക്കിവെച്ചാണ് നാടൻ പന്തുകളി ടൂർണമെന്റ് നടത്തുന്നത്. സ്ത്രീ പ്രാതിനിധ്യം തീരെയില്ലാത്ത ഒരു കായിക രംഗം കൂടിയാണ് നാടൻ പന്തുകളി. 1/2 കിലോമീറ്റർ താണ്ടി വേണം എതിർ ടീമിന്റെ കോർട്ടിലെത്തി ഗോൾ നേടാൻ. ഒരു ടീമിൽ 7 പേരാണ് കണക്ക്. കളി നിയന്ത്രിക്കാൻ ഇരുഭാഗത്തുമായി ഓരോ റഫറിയും ഉണ്ടാകും. കയ്യും മെയ്യും മറന്നുള്ള ഈ കളിയെ മണലൂരിലെ പുതുതലമുറ വളരെ ആവേശത്തോടെയാണ് നെഞ്ചേറ്റുന്നത്. മണലൂരിൻ്റെ സ്വകാര്യ ഒരു പന്തുകളിയാണ് നാടൻ പന്തുകളി. പാലാഴി, കാരമുക്ക്, മാമ്പിള്ളി, മണലൂർ പ്രദേശങ്ങളിൽ നൂറുകണക്കിന് ചെറുപ്പക്കാരാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലായി നിന്നുകൊണ്ട് ഈ കളി ആസ്വദിക്കുന്നത്. ഇത് ഓണക്കാലത്താണ് ഇത് തുടങ്ങുന്നത്. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഈ കൈപ്പന്ത് കളിയിൽ വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിങ്ങനാളിൽ ആരംഭിക്കുന്ന വിവിധ മത്സരങ്ങൾ നവംബർ മാസത്തോടെയാണ് അവസാനിക്കുക. കൂടുതലായും അവധി ദിനങ്ങളിൽ മാത്രം അരങ്ങേറുന്ന ഈ കായിക മാമാങ്കം മണലൂരിന്റെ കായിക സംസ്കാരം കൂടിയാണ്. TCV അന്തിക്കാട്.